തൃശൂരിൽ റോഡിലെ കുഴി ഒഴിവാക്കാൻ വളഞ്ഞ വഴി സഞ്ചരിച്ച് മുഖ്യമന്ത്രി. കോഴിക്കോട്ടേക്ക് സഞ്ചരിച്ചത് തൃശൂർ കുറ്റിപ്പുറം പാതയിലെ കുഴികൾ ഒഴിവാക്കി വടക്കാഞ്ചേരി വഴി. 24 കിലോമീറ്റർ ദൂരത്തിന് പകരം മുഖ്യമന്ത്രി സഞ്ചരിച്ചത് 40 കിലോമീറ്റർ. കേരളത്തിലെ ബിജെപിയുടെ ജയം ഗൗരവത്തോടെ പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി. ബിജെപിയെ പിന്തുണച്ചവർ ചെയ്തത് ശരിയോ എന്ന് ചിന്തിക്കണം. കേരളത്തിൽ ഒരു പാർലമെന്റ് സീറ്റ് ബിജെപിക്ക് നേടാനായി എന്നത് ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ട കാര്യമാണ്. ബിജെപിയെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സഹായിച്ച ശക്തികൾ അവരെ നല്ല രീതിയിൽ ചിന്തിക്കണം, സ്വീകരിച്ച നിലപാട് ശരിയായോ എന്ന്. ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും പിണറായി വിജയൻ. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പിഴവുകൾ പരിശോധിക്കാൻ നടപടിയുമായി കേന്ദ്രം. സുതാര്യത ഉറപ്പാക്കാൻ 7 അംഗ ഉന്നതതല സമിതി രൂപീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം. NTA DG സുബോയ് കുമാറിനെ മാറ്റി കേന്ദ്ര സർക്കാർ. കാസർഗോഡ് DCCയിലെ വിഭാഗീയതയിൽ നേതാക്കൾക്കെതിരെ KPCC നടപടി. ആരോപണ വിധേയരായ പ്രവർത്തകരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതായി കണ്ടെത്തൽ. നടപടി 2 അംഗ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ. മുഖ്യമന്ത്രിക്കെതിരെ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലും വിമർശനം. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ജനവിരോധത്തിന് കാരണമായെന്ന് കുറ്റപ്പെടുത്തൽ. നേതാക്കളുടെ മക്കൾ കച്ചവടം നടത്തി പണമുണ്ടാക്കുന്നുവെന്ന പ്രചാരണം അവമതിപ്പുണ്ടാക്കി. പെൻഷൻ കുടിശ്ശിക ഒരു വിഭാഗത്തെ എതിരാക്കിയെന്നും വിലയിരുത്തൽ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാൻ സർക്കാർ നീക്കം. TK രാജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സേജിത്ത് എന്നിവരെ പുറത്തിറക്കാൻ ആസൂത്രിത ശ്രമം. കണ്ണൂർ ജയിൽ സൂപ്രണ്ട് പോലീസിന് അയച്ച കത്തിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന്. ഗവർണറെ സമീപിക്കുമെന്ന് KK രമ. സർക്കാർ നീക്കം കേരളത്തോടുള്ള വെല്ലുവിളിയെന്ന പ്രതിപക്ഷ നേതാവ്. തൃശൂരിൽ റോഡിലെ കുഴി ഒഴിവാക്കാൻ വളഞ്ഞ വഴി സഞ്ചരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുഴികൾ ഒഴിവാക്കി വടക്കാഞ്ചേരി വഴിയായിരുന്നു മുഖ്യന്റെ യാത്ര. മഴയിൽ രൂപപ്പെട്ട വലിയ കുഴികളും ഗതാഗത കുരുക്കും ഒഴിവാക്കി